തമ്പനയിലിൽ ബ്രേസ്ലെറ്റ് വാച്ചാണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഈ ഒരു വാച്ച് കാണിക്കുന്നേ എന്ന് ആലോചിക്കാൻ വരട്ടെ. ഇതെൻ്റെ പഴയൊരു വാച്ചാണേ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വൈറ്റ് കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിൻ്റെ ഡിസൈനാണ്. പക്ഷേ ശരിക്കും അതിൻ്റെ തോല് പൊളിഞ്ഞിട്ടേ കൈ കെട്ടുമ്പോൾ ചൊറി പിടിച്ചിട്ടുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വാച്ചിനെയാണ് ഇന്ന് ബ്രേസ്ലെറ്റ് വാച്ചാക്കി മാറ്റാൻ പോകുന്നത്. എങ്ങനെയാ? ദാ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ തുടങ്ങായിട്ടോ. ആദ്യം തന്നെ ഈ വാച്ചിൻ്റെ 2 സ്ട്രിപ്പും ദാ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ വാച്ചിന് വാലില്ലല്ലോ. നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ പഴയ വാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രിപ്പ് കളഞ്ഞെടുത്താലും മതി. അല്ലെങ്കിൽ മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിൽ ഇതുപോലത്തെ സ്ട്രിപ്പില്ലാത്ത വാച്ചുകൾ വാങ്ങാൻ കിട്ടും. 80 രൂപ, 100 രൂപ, 150 രൂപയൊക്കെയാണ് ഓരോരോ മോഡൽ വാച്ചുകൾക്ക് വരുന്നത്. അപ്പോൾ അത് വാങ്ങിയാലും മതി. അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചിലവ് കൂടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വാങ്ങുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ടാഗാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു റോള് 100 മീറ്ററിൻ്റെ ഒരു റോള് 50 രൂപയ്ക്കാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിൽ 20 രൂപേൻ്റെയും 15 രൂപേൻ്റെയൊക്കെ ചെറിയ ചെറിയ റോളുകൾ കിട്ടും. പിന്നെ വാങ്ങുമ്പോൾ വലുതൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ടാഗ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വാച്ചിൻ്റെ സൈഡിലൂടെ ദാ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒരു കടും കെട്ടിട്ട് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് മുറുക്കി അവിടെ വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം മേളിലുള്ള ആ നീളത്തിനുള്ള ഒന്ന് കട്ട് ചെയ്ത് വല്ലാണ്ട് ചെറുതാക്കി കട്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഉരുക്കി കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോർക്കാനുള്ള ബീഡ്സ് വേണം. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ദാ ഈ കളറ് ബ്ലാക്ക് ബീഡ്സാണ്. ഈ ബീഡ്സ് ഈ ഒരു പാക്കറ്റിന് 15 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള കറുപ്പ് മുത്തുകളാണ്. കാണിച്ചു തരാം. ദാ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. കയ്യിൽ കെട്ടുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. കറുപ്പിനല്ലേലും 7 അഴകാന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കയ്യിലിട്ട് കഴിഞ്ഞാൽ. അതിപ്പോൾ ബ്രേസ്ലെറ്റ് കെട്ടിയിട്ടാലും അതുപോലെ തന്നെയാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഈ മുത്തുകളാണ് ആദ്യം കോർത്ത് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് ദാ ഈ കാണുന്ന ബ്ലൂ കളർ മുത്താണ് എടുത്തിട്ടുള്ളത്. ഈ മുത്തുകൾ ഒരു ലൈനിന് 28 രൂപയാണ് വില വരുന്നത്. അങ്ങനെ മുത്തുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി നമുക്ക് കോർക്കൽ തുടങ്ങാം. നമ്മൾ നേരത്തെ വാച്ചിൽ കെട്ടിയിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ ടാക്കിൻ്റെ മറ്റേ അറ്റത്ത് ദാ ഇതുപോലെ ബ്ലാക്ക് മുത്തുകൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോർക്കണ ബ്ലാക്ക് മുത്ത് ഒരു നിരയിൽ മൊത്തം കോർക്കുന്നില്ല, പകുതി വരെ കോർക്കുന്നുള്ളൂ. മുത്തുകളൊക്കെ കോർക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വലിയ മുത്തുകളായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കോർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ പകുതി വരെ മതിയല്ലോ, അതുകൊണ്ട് ആകെ 8 മുത്തുകളെ ബ്ലാക്ക് കോർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഒരു കൈയിൻ്റെ അളവിന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലും വെച്ച് നോക്കുക. എന്നിട്ട് സെൻറ്റർ വരെ വരുന്നത് എവിടം വരെയാണോ അവിടം വരെ മുത്ത് കോർത്ത് നിർത്തുക. പിന്നെ നമ്മുടെ ബ്ലൂ കളർ മുത്തും ഇതുപോലെ കോർത്തെടുക്കുക. എന്താ ഇതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പകുതി പകുതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലും ഒന്ന് ക്രിസ്റ്റൽ ടാഗ് മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. കെട്ടുമ്പോൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇത്രയും മുത്ത് കോർത്തത് അഴിഞ്ഞു പോയിട്ട് പെറുക്കിയെടുത്ത് വീണ്ടും കോർക്കേണ്ടി വരും. അപ്പം തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. അധികം വലിച്ചാൽ പൊട്ടിയും പോവും. അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കെട്ടിയിട്ട് കൂടുതൽ വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് ലാസ്റ്റ് മുഴുവനായിട്ടും കട്ട് ചെയ്യുക. ഇനി ഒരു ലെയറില്ല 2 ലെയറിലാണ് നമ്മൾ മുത്തിടുന്നത്. അപ്പോൾ ഒന്നും കൂടി ക്രിസ്റ്റൽ ടാഗ് ഈ മുത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ മുത്ത് കോർക്കുമ്പോൾ ആദ്യം ബ്ലൂ മുത്തിട്ടെടുത്ത് കറുത്ത മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. അതും നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത പോലെ തന്നെ പകുതി വരെ മാത്രമേ കോർത്തെടുക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ എടുത്ത് അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ മെറ്റീരിയൽസ് എടുത്തിട്ട് സെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. കൊറിയർ ചാർജൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവിൽ. നമ്മളിങ്ങനെ ഓൺലൈനിലൊക്കെ വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ദാ ആ ഒരു കറുത്ത മുത്തും നടുക്ക് വരെ ഇപ്പോൾ ഞാൻ കൂടുതൽ കോർത്തത് ഊരിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സെൻറ്റർ വരെ ഇതാ ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഭാഗത്ത് നമ്മൾ ബ്ലൂ കളർ മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 2 കളറിൽ ചെയ്യുകയാണെങ്കിൽ കൈ കിട്ടുമ്പോൾ നല്ല എലജൻറ്റ് ലുക്ക് തന്നെയാണ് കാണാൻ. ഇതുപോലെ നിങ്ങളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് മുത്ത് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് ഇട്ട് പോവുകയും ചെയ്യാം. ഒരുപാട് സമയത്തിനൊരു ആവശ്യമില്ല. ഇതുപോലെ കോർത്തെടുക്കേണ്ട ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മൾ കോർക്കൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ കെട്ടിയതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഇതാ ഇതുപോലെ നന്നായി വലിച്ച് മുറുക്കി കടും കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു പാർട്ടുള്ളത്
ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഉരുക്കലാണ്. ഈ ക്രിസ്റ്റൽ ടാഗ് നന്നായി ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടിയതിന് ശേഷം കുറച്ചുകൂടി അറ്റം കട്ട് ചെയ്തിട്ട് നമ്മളൊരു ലൈറ്റർ കൊണ്ട് ഒന്ന് നന്നായി ഉരുക്കി കൊടുക്കുക. ഉരുക്കി അവിടെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ പിന്നെ ഇത് പൊട്ടിപ്പോരോ ഊരിപ്പോവോ എന്നുള്ള യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ടിട്ട് പോവാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ബ്രേസ്ലെറ്റ് വാച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം എന്നോട് പറയണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളത് ചെയ്തു, എന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമൻറ്റ് വായിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും ഇതുപോലെ പറയാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് കയ്യിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നേരത്തെ വാച്ച് കയ്യിൽ കിട്ടുമ്പോൾ നല്ല ചൊറി പിടിച്ച അവസ്ഥയായിരുന്നു. ഇപ്പം നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. ബാക്ക് സൈഡ് കാണുമ്പോൾ ബ്രേസ്ലെറ്റ് ഇട്ടതാണെന്ന് തോന്നും, എന്നാൽ ഫ്രണ്ടിൽ വാച്ചുമാണ്. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് ബട്ടൺ വരും, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ ബൈ ബൈ.